എൻ്റെ പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ, ഒരു സിനിമ റിവ്യൂവിലേക്ക് സ്വാഗതം. മറ്റൊരു സിനിമ റിവ്യൂവിലേക്ക്. ഇതിനു മുൻപേ ഞാനൊരു സിനിമ റിവ്യൂ ആണ് ചെയ്തത്. അത് മാർക്കോ സിനിമയെക്കുറിച്ചാണ്. അതായത് മലയാള സിനിമ. ഇപ്പോൾ ഞാൻ മറ്റൊരു മലയാള സിനിമ കണ്ടു. യാത്രക്കിടയിലാണ്. ആ സിനിമയെക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് വിവരിക്കുകയാണ്. അതിൻ്റെ വിവരണത്തിലെന്ന് പറഞ്ഞാൽ കണ്ട സിനിമയെന്ന് പറയുന്നത് ഓഫീസ് ഓൺ ഡ്യൂട്ടി. ആ സിനിമയുടെ വിവരണത്തിന് മുമ്പ് ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, യാത്രകളിലുടനീളം നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുക. ഹെൽമെറ്റ് പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാനല്ല, നമ്മുടെ ജീവന സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഇത്രയും തിരക്കുള്ള ലോകത്ത് തന്നെ ശരാശരി ഒരു വീട്ടിൽ അമേരിക്കയുടെ ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഒരു ശരാശരി ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ശരാശരി 4 വണ്ടിയൊക്കെ ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. അതായത് ഒരു 4 പേരുണ്ടെങ്കിൽ 4 വണ്ടി ശരാശരി ഉണ്ട്. ചിലടത്ത് 6, 8 ഉണ്ട്, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ തലമുറയിലെ കുട്ടികളുടെ അടുത്ത് കൂടെ പറയുകയാണ്. അതായത് പുതിയ കുട്ടികളുടെ അടുത്ത് ഞാൻ ധാരാളം റോഡിലൊക്കെ കാണുന്നുണ്ട്, കുട്ടികൾ ഹെൽമെറ്റ് ധരിക്കുന്നില്ല എന്നുള്ളതിനേക്കാളുപരി അവരുടെ വേഗത, ഡ്രൈവിൻ്റെ രീതി പോസിബിൾ അല്ലാതെ നെഗറ്റീവായി കയറുന്ന രീതി. അത് കുട്ടികളെ മാത്രമല്ല, പ്രായം ചെന്നവരും ഇപ്പോൾ സ്ത്രീകളും അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണു, നിങ്ങൾ ഒന്നാമത് കഴിവിൻ്റെ പരമാവധി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാണുന്നത്. ഒരു 2 കിലോമീറ്റർ പോകാൻ പോലും നിങ്ങൾ വളരെ വേഗത്തിൽ പോവുകയും ഒരു സിഗ്നലും ഇല്ലാതെ വെട്ടിത്തിരിക്കുകയും ഹെൽമെറ്റ് പോലും ധരിക്കാതിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെ ഒരു കാലത്ത് യുവാക്കളിലാണത് കണ്ടിരുന്നതെങ്കിൽ ഇന്നത് കുറച്ച് പ്രായം ചെന്നവരിലും കാണാനുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ അത് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്യാവശ്യം പെട്ടെന്ന് വണ്ടി പിടിച്ചിട്ട് വന്ന കുറേ മീഡിയേറ്റർ ഒരു 40-50 വയസ്സിനകത്തുള്ള സ്ത്രീകളിലും പിന്നെ നമ്മളെ യൂത്ത് പിള്ളേരിലുള്ള സ്ത്രീകളിലും എന്തോ ഒരു ഈഗോ ഒക്കെ കാണുന്നുണ്ട്. മുൻപ് അങ്ങനെ കുറച്ച് മുമ്പ് വരെ കുറച്ച് സ്ത്രീകളെ ഉണ്ടെന്നുള്ളൂ, വളരെ. പക്ഷെ സ്ത്രീകളുടെയൊക്കെ ഒരു എല്ലാ വീട്ടിൽ നിന്നും സ്ത്രീകൾ വണ്ടിയുമായിട്ട് പുറത്തിറങ്ങുന്നതൊക്കെ വളരെ അഭിമാനമാണ്. കേരളത്തിൻ്റെ വികസനം തന്നെയാണ് അത് കാണുന്നത്. അതിനിയും തുടരണം. ഞാൻ പറഞ്ഞ സ്ത്രീകൾ വണ്ടിയല്ല, ഈ സ്കൂട്ടറുകളൊന്നും അല്ല ഓടിക്കേണ്ടത്. ഇനി വരുന്ന കാലത്ത് ഹെലിക്യാം കാറുകളായി, വളരെ ഓവർ ലിഫ്റ്റ് ചെയ്യുന്ന കാറുകൾ, അതൊക്കെ അവർ ഓടിക്കട്ടെ. പക്ഷെ നമ്മളിത് ഓടിക്കുമ്പോഴൊക്കെ സേഫ്റ്റി മസ്റ്റാണ്. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി റോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക. സേഫ്റ്റി മസ്റ്റാണ്. ഹെൽമെറ്റ് ധരിക്കുക. പ്രൊട്ടക്റ്റ് യുവർ ഹെൽമെറ്റ് മസ്റ്റ്. കഴിവിൻ്റെ പരമാവധി ധരിക്കുക. നിങ്ങൾ കുട്ടികൾക്കും ധരിപ്പിക്കുക. ഞാനും പരമാവധി കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെ ഇതിനകത്തുള്ളൊരു വിഷയം കൂടെ ഞാൻ ചൂണ്ടിക്കാണുകൊണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടൊരു പോലീസുകാരുണ്ട്, പക്ഷെ അവർ പോലും യാത്രകളിൽ ഹെൽമെറ്റ് ധരിക്കണം ഞാൻ അധികം കാണാറില്ല. അത് സുഹൃത്തുക്കളെ മോശമായിട്ട് പറഞ്ഞതല്ല, ഒരു പോലീസുകാരല്ലേ, ഒരു മാതൃകയൊക്കെ ആവാം എന്ന് പറഞ്ഞാൽ അവർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഓൺ ഡ്യൂട്ടി അല്ലാത്തപ്പോൾ. കാരണം അവർ പോലീസുകാരാണ്. അപ്പോൾ അവർ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ പോലും അവർ പോലീസുകാർ തന്നെയാണ്. അപ്പോൾ വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും വനിതാ ദിനാശംസകൾ. സ്ത്രീകൾ കൂടുതൽ ഉയർച്ചകൾ നേടട്ടെ. യുവത്വത്തിൻ്റെ പ്രഭാവം പറക്കട്ടെ. കാലം മാറി, രക്ഷകർത്താക്കളടുത്തും സ്കൂളിലും എല്ലായിടത്തും ഞാൻ പറഞ്ഞു, കാലം മാറി. അതിനനുസരിച്ച് ലോകവും മാറുന്നുണ്ട്. എല്ലാവരും തിരിച്ചറിയുക, ആ മാറ്റത്തിനൊപ്പം യാത്ര ചെയ്യുക. ഒപ്പം തന്നെ പ്രൊട്ടക്റ്റ് യുവർ ഹെൽമെറ്റ്. യാത്രകളിലുടനീളം ഉപയോഗിക്കുക. അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലായിടത്തും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നല്ല, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അത് എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫീസ് ഓൺ ഡ്യൂട്ടി ഒരു പോലീസ് ഫിലിമാണ്. മനസ്സിലായോ? ഒരു എക്സലൻ്റ് പോലീസ് ഫിലിമാണ്. അതുകൊണ്ട് കൂടെയാണ് ഞാനത് സൂചിപ്പിച്ചത്. ഞാൻ ഔപചാരികമായ ഒരു യാത്രക്കിടയിൽ പോലീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. സിനിമ വൈകാരികമായിട്ട് എന്നെ ഫീൽ ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് കേട്ടാൽ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇത് 10-25-30 വർഷത്തിന് മുമ്പ് നമ്മളിതൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊരു വൈകാരിക ഫീലിംഗ് ഇല്ല. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ യുവതലമുറയിലെ രക്ഷകർത്താക്കൾക്ക് ഇതിൻ്റെ വൈകാരിക ഫീലിംഗ് ഒക്കെ ആ സിനിമയിൽ കിട്ടും. അതുകൊണ്ട് സിനിമയുടെ കാര്യം തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാണ്. നമ്മൾ ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടികളെ അങ്ങ് വല്ലാതെ ഒന്നും നിങ്ങളാരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നും വേണ്ട. എല്ലാ യുവതലമുറയിലെ കുട്ടികളും ഓഫീസ് ഓൺ ഡ്യൂട്ടി സിനിമയിൽ കാണിക്കുന്നത് പോലെയുള്ള കുട്ടികളല്ല.
195% യുവതലമുറയിലെ കുട്ടികൾക്ക് നന്നായിട്ട് ജീവിക്കാൻ അറിയാം, നന്നായിട്ട് എൻജോയ് ചെയ്യാനും അറിയാം. അതിൽ കയറി നിങ്ങൾ തലയിടായിരുന്നു മതി. എവിടെയോ ഒരു 3-4% പേര്, അത് ഇക്കാലത്തും ഉണ്ട്, പഴയ കാലത്തും ഉണ്ട്, ഞങ്ങളുടെ യൂത്ത് കാലത്തും ഉണ്ട്. അതൊരു കുറ്റമായ കാര്യമായിട്ടൊന്നും അതിനെ വച്ചിട്ട് കുട്ടികളെ വിലക്കിരുത്തരുത്. ഒരു 4-5% കുട്ടികൾ യാത്ര സഞ്ചരിക്കുന്നതും അവർ പോകുന്ന രീതിയൊക്കെ അങ്ങനെയായിരിക്കാം, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനെ വെച്ചിട്ട് ബാക്കി ബ്രില്യൻ്റ് ആയ 95% കുട്ടികൾ, ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ്റ് അല്ല, 10% കുട്ടികൾ ഹെവി ബ്രില്യൻ്റ് ആയിരിക്കും, 30% കുട്ടികൾ മീഡിയം ആയിരിക്കും, ബാക്കി ശതമാനം കുട്ടികൾ പക്ഷെ അവരൊന്നും നെഗറ്റീവ് അല്ല. പക്ഷെ അവർ ലൈഫിൽ എൻജോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെയൊന്നും തടയിടാനൊന്നും ഒരിക്കലും ഒരാൾക്കും പറ്റൂല. നിങ്ങൾ പഴയ രക്ഷകർത്താക്കളായ നിങ്ങളും സെൽഫായിട്ട് പലതും എൻജോയ് ചെയ്തിട്ടുണ്ടാവും അന്നത്തെ കാലത്ത്. ഞാൻ അതിനങ്ങോട്ട് പൊളിച്ചെടുക്കണില്ല. അത് കാരണം രക്ഷകർത്താക്കളെ ഞാൻ ഈ ബ്ലോഗിൽ കൂടെ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു രീതി പോലെയാവും. പിന്നെ പുതിയ ജനറേഷൻ അനാവശ്യ ഒരു മോട്ടിവേഷനാവും. ആ മോട്ടിവേഷൻ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളെ ഒന്നും അടച്ചാക്ഷേപിക്കുകയോ അങ്ങനെ ചെയ്യരുത്. പക്ഷെ കാലം മാറിയെന്ന് രക്ഷകർത്താക്കൾ തിരിച്ചറിയണം. അത് രക്ഷകർത്താക്കളെ തിരിച്ചറിയണം, സ്കൂൾ അധ്യാപകരെ തിരിച്ചറിയണം, പിന്നെ സമൂഹം തിരിച്ചറിയണം, പിന്നെ എല്ലാം ദൈവം നോക്കും എന്ന് പഠിപ്പിക്കണമെന്ന് തിരിച്ചറിയണം. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യ ലോകത്താണ് പിള്ളേർ ജീവിക്കുന്നത്. അവർക്കറിയാം ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ വളരെ അധ്വാനിക്കേണ്ടതുണ്ട്, നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിലൊരു തുക അവർ മാറ്റിവെച്ചിട്ട് അവരുടെ ജീവിതത്തിലെ മറ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിനകത്തുള്ള വിഷയം. അതിൽ എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ട എന്നുള്ളതാണ് വിഷയം. അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. അത് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. അതാണ് ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ഞാനിനി അങ്ങോട്ട് കടന്ന് അധികം ബോറടിപ്പിക്കില്ല. ഞാൻ ഈ സിനിമ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, പടം നന്നായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ വെരി വെല്ലാണ്. സെക്കൻഡ് ഹാഫ് ഒരു ഹാഫ് ആൻ അവർ കൊള്ളാം. അത് കഴിഞ്ഞിട്ടുള്ള ഹാഫ് ആൻ അവർ ഞാനുള്ളത് പോലെ സ്ഥിരം കാണുന്ന പല്ലവി, നമ്മൾ സ്ഥിര സിനിമയിൽ കാണുന്ന ഓഫീസേഴ്സിൻ്റെ വീട്ടിലെ ലൈഫോട്ട് ബന്ധപ്പെടുത്തി ഒരേ സിറ്റുവേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണ ഒരു ചടർപ്പ് സീന് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് ആദ്യത്തെ ഹാഫ് വളരെ എക്സലൻ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹാഫ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ഹാഫ് അവേഴ്സേ ഉള്ളൂ. എക്സലൻ്റ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ദാൻ പോണത് നമ്മൾ സ്ഥിരം കാണുന്ന സിനിമയുടെ ഒരു സിനിമാ ശൈലി പോയി. അതിലൊരു സിനിമാ ശൈലി കടത്തി വിട്ടതുകൊണ്ടായിരിക്കാം പണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാനും പറയുന്നു. അത് ഡയറക്ടർ തീരുമാനവും മാർക്കറ്റിംഗ് തീരുമാനവും ഒക്കെയാണ്. പക്ഷെ യാഥാർത്ഥ്യം നന്നായിട്ട് തുറന്ന് ആദ്യത്തെ 2 മണിക്കൂർ കാണിച്ചിട്ട് അവസാനം 30 മിനിറ്റ് പക്കാ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ഇത് കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീലാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സിനിമ അത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ സിനിമ കാണിച്ച രീതി അതാണ്. തുടങ്ങുന്നത് ഓരോ കുടുംബത്തിനകത്തും ഓരോ ജീവിതത്തിൽ ഇറങ്ങിച്ചെന്ന് കാണിക്കുന്ന സീനാണ്. അപ്പോൾ ആ സീനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് ലാസ്റ്റ് പടച്ചു കെട്ടിയതുപോലെ ഈ എന്ത് പറയണത്, സിനിമയ്ക്ക് വേണ്ടി അതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്ത പോലെ ഒരു സീന് കണ്ടു. ഈ സ്ക്രിപ്റ്റിന്റെ സെക്കൻഡ് ഹാഫ് എഴുതാൻ പുള്ളി 2 വർഷം എടുത്തെന്നാണ് ഞാൻ ഇതിൽ കാണുന്നത്. അത് പക്ഷെ പുള്ളി എടുത്തതിൽ തെറ്റുണ്ടാവില്ല. കാരണം പുള്ളി മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടാവും, പ്രേക്ഷകരെ പൾസ് വാച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം എൻ്റെ പൾസ് അല്ലല്ലോ, എൻ്റെ പൾസ് വെച്ചിട്ട് ഒരു സിനിമ അളക്കാൻ പറ്റില്ല. പ്രേക്ഷകരുടെ ഇന്നത്തെ പൾസ് നോക്കണം. കൂടുതൽ സിനിമ കാണുക യുവതലമുറയിലെ കുട്ടികൾ തന്നെയാണ്. യുവതലമുറയിലെ കുട്ടികളുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കാണണം, പുതിയ റൂട്ട് കാണണം, ആ റൂട്ടിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, പുതിയ സിനിമകൾ എങ്ങനെ ജയിക്കുന്നു എന്ന് കാണണം. അപ്പോൾ ആ മൾട്ടിപ്ലൈയിങ് എല്ലാം ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ക്ലൈമാക്സിനോട് വിരക്തി തന്നെയാണ്. പടം നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ പോയി കാണണം. പടം ഇപ്പോൾ തന്നെ വേൾഡ് വൈഡ് 40 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞ് പടം 40 അല്ല 100 കോടി എത്തട്ടെ. കാരണം ഒരു സാധാ മലയാള സിനിമ 12 കോടി രൂപ ചിലവാക്കി എടുത്തിട്ട് അത് 100 കോടി ക്ലബിൽ എത്തട്ടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. മാർക്കോസ് സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു. മലയാള സിനിമ 100 കോടി എന്നല്ല, സൗത്ത് ഇന്ത്യൻ സിനിമ 1000 കോടി ഡോളറിൻ്റെ ബിസിനസ്സിലെത്തും. അത്രയ്ക്ക് ബ്രില്യൻ്റാണ് പുതിയ കുട്ടികൾ, അത്രയ്ക്ക് ബ്രില്യൻ്റാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും. അവർ മാർക്കറ്റ് പൾസ് അറിയാം. പഴയതുപോലെ ഒരു യാഥാർത്ഥ്യത്തിൽ മാത്രം ഊന്നി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സിനിമ ചെയ്യൂ എന്ന് നോക്കിയല്ല ഇപ്പോൾ സിനിമ എടുക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് പൾസൂടെ പഠിച്ച് സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് മാറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് പൾസ് ഒക്കെ അത് എനിക്ക് മനസ്സിലായി, നമുക്കറിയാം. പക്ഷേ അവസാനത്തെ അരമണിക്കൂർ അതേ ഓഫീസറുടെ ഭാര്യയും മറ്റുമൊക്കെ ഈ കേസിൽ ഇൻവോൾവ് ആണെന്ന് കണ്ടപ്പോൾ
പിന്നെ അതിലേക്ക് വേണ്ടി ഒരു സൂപ്പർ സ്റ്റാർ പദവിയുടെ ഒരു റിയാലിറ്റി കണ്ടപ്പോൾ എനിക്കതൊരു ഏച്ച് കെട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു കൊമേഴ്ഷ്യൽ ലെവൽ അത് ഫീൽ ചെയ്തു. അത് ഈ സിനിമയ്ക്ക് അത് വേണമോ വേണ്ട എന്നുള്ളത് ഡയറക്റ്റ് ഓരോ കാര്യമാണ്. എനിക്കത് ബോറായിട്ട് എനിക്കെന്തോ അതൊരു സ്ഥിരം കണ്ട ഒരു പല്ലവി കണ്ടതുപോലെ തോന്നി. അവസാനത്തെ ഒരു 15-20 മിനിറ്റ് മാറ്റി നിർത്താൻ അൺബിലീവബിളും. ഞാനും രക്ഷകർത്താക്കളത്തൊക്കെ പറയുന്നു, നിങ്ങളുടെ കുട്ടികളെ പറ്റുമെങ്കിൽ ഈ ചിത്രം കൊണ്ട് സ്കൂളിൽ കാണിക്കുക, തിയേറ്ററിൽ നിന്ന് തന്നെ കാണിക്കുക. വീട്ടിൽ ഇരുന്നൊക്കെ എപ്പോഴെങ്കിലും ടി വിയിൽ വരും ഉടനെ തന്നെ, അല്ലെങ്കിൽ ടി വിയിലെങ്കിലും വരുമ്പോൾ കാണിക്കുക. അതേ ഇനി പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരിപ്പോൾ എടുക്കും പടം തെറ്റില്ലാത്ത ഒരു സാറ്റലൈറ്റ് പോവും, നിങ്ങൾ കാണിക്കുക. പക്ഷെ കാണിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾ അങ്ങനെയാണെന്ന്. അതിനകത്ത് കുറേ നെഗറ്റീവ് സീൻസ് ഉണ്ട്. ഇതെല്ലാം കുട്ടികൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിക്കരുത്. അത് ഞാൻ പറഞ്ഞില്ല, 5% ഇപ്പോഴും ഉണ്ട്, മുൻകാലങ്ങളുണ്ട്, 1000 വർഷങ്ങൾക്ക് മുൻപുണ്ട്, 30,000 വർഷങ്ങൾക്ക് മുമ്പുണ്ട്, 1,00,000 വർഷങ്ങൾക്ക് മുൻപുണ്ട്. അത് പ്രകൃതിയുടെ ഒരു ട്രൂ ആണ്. അതിന് നമ്മൾ മനസ്സിലാക്കണം. 5% വെച്ച് 95% എക്സലൻ്റ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികളെ പുതിയ തലമുറയെ വിലയിരുത്തരുത്. അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. രക്ഷകർത്താക്കളും എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ കാലം മാറിയതൊക്കെ തിരിച്ചറിയണം. മനസ്സിലായോ രക്ഷകർത്താക്കൾ? ഈ ടീച്ചേഴ്സ്, ഈ ഏതോ BC കഥകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് ഇപ്പോഴും. അവരൊക്കെ ഇത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് യാഥാർത്ഥ്യബോധത്തോടെ കുട്ടികൾക്ക് അത് കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി രക്ഷകർത്താക്കൾ മുന്നോട്ട് പോകണം. അത് ഈ സിനിമ നന്നായിട്ട് തുറന്നു കാണിക്കണം. ശരി, അതങ്ങനെ നിൽക്കട്ടെ. നല്ല ചിത്രം, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ജിത്തു അഷറഫ്. അഭിനന്ദനങ്ങൾ ജിത്തു അഷറഫ്. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തതിന്, ഇങ്ങനെ ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് കൂടെ പഠിച്ചുകൊണ്ട് നിങ്ങളത് ടെക്നിക്കലായിട്ട് അത് ഉപയോഗിച്ചതിന്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് മലയാള സിനിമയുടെ ആ ബിസിനസ് അത് കൂടെ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടാണ് പടം ക്ലിക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് സംവിധാനം ചെയ്ത ജിത്തു അഷറഫിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഇത് പടം റിലീസ് ചെയ്തിരിക്കുന്നത് 20-ാം തീയതിയാണ്. 20-ാം തീയതി റിലീസ് ചെയ്ത് ഇന്ന് ഡേറ്റ് ഏകദേശം ഞാനത് 9ഓളമായി. പടം 40 കോടി ക്ലബിൽ കയറി കഴിഞ്ഞു. പടം 100 കോടി അടിക്കട്ടെ. അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. പിന്നെ ഈ പടത്തിൻ്റെ റണ്ണിങ് അവേഴ്സ് എന്ന് പറയുന്നത് 2 മണിക്കൂർ 30 മിനിറ്റുമാണ്. ഉള്ളത് പറയാലോ, 2 മണിക്കൂറും 10 മിനിറ്റും വാക്കാഫിലും. അവസാനത്തെ 20 മിനിറ്റ് എനിക്ക് ലാഗ് തോന്നി. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് പ്രേക്ഷകർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ടായിരിക്കും. ആ 20 മിനിറ്റ് എനിക്ക് ലാഗ് തോന്നി. എക്സലൻറ്റ് ഫിലിം തന്നെയാണ്, തിയേറ്റർ വാച്ചാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത മാർട്ടിൻ പ്രകാശ്, സിബി ചെറിയാൻ, രഞ്ജിത്ത് നായർ. അഭിനന്ദനങ്ങൾ. പേരൻ്റെ അറ്റത്തൊരു വാല് വെച്ചിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടാണ് സുഹൃത്തെ. നോക്കുക നിങ്ങളുടെ അറ്റത്തുള്ള വാലിൻ്റെ ചരിത്രം. ഞാൻ ഓർമ്മിക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ ആര് വെച്ചാലും ഞാൻ പറയും, പറയും കേട്ടോ. നിങ്ങൾക്ക് എന്നെ എതിർക്കണമെങ്കിൽ എതിർക്കാം. സംഗീതം ജാക്കി ബിജോയ് എക്സലൻ്റ് കേട്ടോ. ഒന്നാമത് നിങ്ങൾ ആവശ്യത്തിന് ആ പടത്തിൽ അനാവശ്യത്തിലായിട്ട് ഒരിടത്തും ഒരു ക്രിയേറ്റിവിറ്റി മ്യൂസിക് ഇല്ല. എൻഡ് ഓഫ് ലെവലിൽ ഒരു 15 മിനിറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ കുറ്റമല്ല. ഡയറക്റ്റ് ആ പടത്തിനെ കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് കൊണ്ടുവരാൻ കരുതി എടുത്ത ആ ഒരു ലെവലിൽ വന്നപ്പോൾ നിങ്ങൾക്കത് എടുക്കേണ്ടി വന്നു. പക്ഷെ നല്ല രീതിയിൽ സംഗീതം ചെയ്തിട്ടുണ്ട്. പിന്നെ ജാക്കി ബിജോയ് എക്സലൻറ്റ്. നിങ്ങളുടെ പ്ലേബാക്ക് സ്കോറിംഗ് ആയാലും അതിൽ കൊടുത്തിരിക്കുന്ന സോങ്ങുകളായാലും എല്ലാം വളരെ മനോഹരമാണ്. നിങ്ങൾ പുതിയ പയ്യനാണോ എന്ന് ഞാൻ നോക്കിയില്ല. പിന്നെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ എക്സലൻറ്റ്. വലിയ ചിത്രങ്ങൾ നിങ്ങളെ തേടി ഇരിക്കുന്നുണ്ട്. അധികം താമസിക്കാതെ നിങ്ങളെ തേടി വരും. പിന്നെ അത് കഴിഞ്ഞിരിക്കുന്നത് പടം റൈറ്റ് ചെയ്ത ഷാഫിയുടെ സ്ക്രിപ്റ്റ് എക്സലൻറ്റ്. തുടക്കം മുതൽ ഇൻ്റർവെല്ല് വരെയും, ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് 20 മിനിറ്റ് വരെ, അവസാനത്തെ 10 മിനിറ്റ് താങ്കളുടെ സ്ക്രിപ്റ്റ് ആയിരിക്കില്ല. താങ്കൾക്ക് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടി താങ്കൾ മാറ്റി എഴുതിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റാരുടെ പ്രേരണയുടെ പുറത്ത് സ്ക്രീൻ സ്പേസ് ആർക്കോ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രിപ്റ്റിനെ മാറ്റിയതായിരിക്കും. തെറ്റില്ല. കാരണം പടം പുറത്തിറങ്ങണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ധരിക്കണു, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഞാനതൊരു എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞെന്നുള്ളൂ. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ വ്യൂ പറഞ്ഞെന്നുള്ളൂ. ബ്രില്യൻ്റ് ഷാഫി. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ, സ്ക്രീൻ സീക്വൻസി എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ.
അഭിനന്ദനങ്ങൾ. കൂടുതൽ വലിയ ചിത്രങ്ങൾ താങ്കളെ എത്രയും പെട്ടെന്ന് തേടി വരട്ടെ. പിന്നെ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ, ദ റിയൽ ഹീറോ പടത്തിലെ കുഞ്ചാക്കോ ബോബന്റെ റേഞ്ച്. എന്നാ താൻ കേസ് കൂടുന്നുള്ള സിനിമ ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 25-30 പ്രാവശ്യം കണ്ടിട്ടുണ്ടോ. ടി വിയിൽ വരുമ്പോൾ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണും. ആളെയും മാറിപ്പോയി. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന നടൻ നാഷണൽ അവാർഡൊക്കെ അധികം താമസിക്കാതെ വാങ്ങും. അതിൽ വേറെ ഒരു മാറ്റമില്ല. ഓരോ നടന്മാരും പ്രായം ചെല്ലും തോറും ബ്രില്യൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ഒരു സൈക്കോ ലെവലിലുള്ള ഒരു സൈക്കോ തന്നെയാണ്. എങ്ങനെയാണ് ഒരാളൊരു സൈക്കോ ആവണമെന്ന് ഞാൻ മാർക്കോ സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ സമൂഹം ഓരോ മനുഷ്യരെയും എത്ര പെർഫെക്റ്റായിട്ട് എത്ര നന്നായിട്ട് ജീവിച്ചാലും നൈസായിട്ട് സൈക്കോ ആക്കും. അതാണ് സമൂഹം. അത് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ കഥാപാത്രവും ഒരു നല്ല ഒന്നാം തരം സമൂഹം അടിച്ചേൽപ്പിച്ച സൈക്കോ ആണ്. ഈ സൈക്കോ എങ്ങനെ ഉണ്ടാവുന്നെന്ന് ഷാഫി നന്നായിട്ട് വിവരണം എവിടെയോ പഠിച്ച് തന്നെ ചെയ്തു കേട്ടോ. ഷാഫി ആരെയും കണ്ടിട്ടുണ്ട് അല്ലേ? ആരെയും ജീവിതത്തിൽ ആരെയും നല്ല 1000 പേരെ കണ്ടിട്ടുണ്ടാവും. ആ സ്ക്രിപ്റ്റ് തന്നെയാണ് ഷാഫിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി കുഞ്ചാക്കോ ബോബന്റെ അഭിനയം ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ എന്ന് മാത്രമല്ല അത് അമേസിങ് തന്നെയാണ്. അത് കാരണം അതൊരു സൈക്കോളജിക്കലി ഒരാൾ മാറുന്ന രീതിയുണ്ട്. അതായത് സമൂഹം അടിച്ചേൽപ്പിച്ച് സൈക്കോളജിക്കലി മാറുന്നതും അയാളുടെ ക്യാരക്ടറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരം കള്ളന്മാരെ മാറ്റാൻ പറ്റൂല എന്ന് പോലീസുകാർ പറയും. സ്ഥിരം നമ്മളെ പണം ട്രാപ്പ് ചെയ്യണവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അവരൊക്കെ ജന്മന അങ്ങനെയുള്ള ഒരു ബ്ലഡ് ഉള്ളവരാണ്. അവരതിൽ ആനന്ദം കണ്ടെത്തുന്നതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രം ഒരിക്കലും അങ്ങനെയല്ല. വലിയ പൊസിഷനിൽ നിന്ന് താഴെ വരെയാണ്. അടിച്ചേൽപ്പിക്കുന്ന കഥാപാത്രം വൈകാരികമായിട്ട് എങ്ങനെ സൈക്കോളജിക്കലി അയാളൊരു എന്ത് പറയണത് ഒരു സൈക്കോപാത്തിലോട്ട് നീങ്ങുമെന്നുള്ളത് ഈ പടത്തിൽ നന്നായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കുഞ്ചാക്കോ ബോബൻ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫണ്ടാസ്റ്റിക്. കുഞ്ചാക്കോ ബോബന് അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ വിശാഖ് നായർ വില്ലൻ, അത് ഞാൻ പുറകിൽ പറയാം. പിന്നെ ഐശ്വര്യ രാജ്, പ്രിയാമണി നന്നായിട്ട് മെച്ചപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമണി പഴയ പ്രിയാമണിയല്ല, നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആ അമ്മ റോളിൽ നന്നായിട്ട് ശോഭിച്ചിട്ടുണ്ട്. കൊള്ളാം, പ്രിയമണി നന്നായിരിക്കുന്നു. നന്നായിട്ട് വരട്ടെ. കുറെ കൂടെ വലിയ റോളുകൾ, ഹെവി റോളുകൾ എടുക്കാൻ താങ്കൾക്ക് ഈ സിനിമ പ്രേരണയാവട്ടെ. പിന്നെ വരുന്നത് മീനാക്ഷി അനൂപ്. മീനാക്ഷി ഒരു കൊച്ചുകുട്ടിയായിട്ട് മോഹൻലാലിൻ്റെ പടത്തിൽ കൂടെ കണ്ട് തുടങ്ങിയതാണ്. മീനാക്ഷി മിടിക്കുകയാണ് കേട്ടോ. മീനാക്ഷി ആ കഥാപാത്രത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോയിട്ട് മീനാക്ഷി ഈ പ്രായത്തിൽ തന്നെ ഒരു സൈക്കോപാത്ത് പോലുള്ള കൂട്ടുകാരുടെ ഇടയിൽ പെടുകയും അല്ലെങ്കിൽ അവരൊരു അഡിക്റ്റഡായ കൂട്ടുകാരുടെ ഇടയിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന സീനുകളെല്ലാം അഭിനയിക്കാൻ താങ്കൾ ഈ പ്രായത്തിൽ തന്നെ കാണിക്കുന്ന ചങ്കൂറ്റം. താങ്കളെ കാലാന്തരങ്ങളിൽ ഹിന്ദി കടന്ന് താങ്കൾ ഇംഗ്ലീഷ് സിനിമയിലെത്തട്ടെ. ഹിന്ദി സിനിമ കടന്ന് ഇംഗ്ലീഷ് സിനിമയിലെത്തട്ടെ എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എത്താൻ കഴിയണം. അതാണ് യുവതലമുറ. റിസ്ക് എടുക്കാൻ മിടുക്കരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും വെച്ച് നമ്മൾ 5 പേര് കാണുന്ന വെച്ച് യുവതലമുറയെ അളക്കണ്ട. അതിന് നമുക്ക് ഈ പടത്തിൽ മീനാക്ഷി അനൂപ് ഒരു നല്ല ഉദാഹരണമാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടത്. കൊച്ചുകുട്ടിയാണ് കേട്ടോ. 10, 16, 17 വയസ്സിനകത്തേ വരുള്ളൂ. അവളുടെ അടുത്തിരിക്കുന്ന മിടുക്കും അവളുടെ റിസ്ക്കും നന്നായിട്ട് അഭിനന്ദനമുണ്ട്. ഹോളിവുഡ് റേഞ്ച് ചെയ്തിട്ടെ. പിന്നെ ഉണ്ണി ലാലു, ജഗദീഷ്, ശ്രീകാന്ത് മുരളി പോലീസ് വേഷം ചെയ്തത്. ശ്രീകാന്ത് മുരളി ഇപ്പോൾ സ്ഥിരം സിനിമയിൽ കാണുന്നുണ്ട്. കൊള്ളാം കേട്ടോ. താങ്കൾ നന്നായി ചെറിയ റോളിൽ നിന്ന് വന്ന് മിടുക്കനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു 50, 60, 55 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ. അമേസിങ്. പിന്നെ വന്നിരിക്കുന്നത് രഘുനാഥ് പുലേരി. അപ്പോൾ ഇതിനകത്ത് ജഗദീഷ് എന്ന് പറയുന്ന നടൻ്റെ ഒരു മാറ്റം ഭയങ്കരം തന്നെയാണ് കേട്ടോ. ജഗദീഷ് മാർക്കോയിൽ വല്ലാതെ ഒരു രീതിയിൽ അഭിനയിച്ച് ത്രസിപ്പിച്ചെങ്കിൽ ഇതിൽ മറ്റൊരു റോളിൽ വന്നിട്ട് ജഗദീഷ് നമ്മളെ ത്രസിപ്പിക്കുകയാണ്. ഓരോരുത്തർ അതായത് ഈ ശ്രീകാന്ത് മുരളിയൊക്കെ ഏജ് മാറിയപ്പോൾ എല്ലാ നടന്മാരും മിടുക്കരായിക്കൊണ്ടിരിക്കുകയാണ്. എക്സലൻറ്റ്, അഭിനന്ദനങ്ങൾ. പിന്നെ പടത്തിൻ്റെ കളക്ഷൻ, ഇപ്പോൾ പടത്തിൻ്റെ ബഡ്ജറ്റ് 12 കോടിയാണ്. 40 കോടി കഴിഞ്ഞ് 100 കോടി ക്ലബിലെത്തട്ടെ സാറ്റലൈറ്റ് അടക്കം. ഇത് ഞാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞു. ഇനി സിനിമയിൽ വന്ന വില്ലൻ കഥാപാത്രങ്ങൾ, ഈ വിശാഖ് നായർ കൂടെ ഒരു 3-4 കുട്ടികളുണ്ട് കേട്ടോ. ഒരു 3 പിള്ളേർ, 2 പെൺപിള്ളേരും ആ പിള്ളേരും ഒക്കെ എക്സലൻ്റ് ആക്ടിങ്. ഞാൻ പറയല്ലോ, എനിക്ക് പിന്നെ കുഞ്ചാക്കോ ബോബൻ ഏറ്റവും മികച്ച നടനായിട്ട് ഇതിൽ ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ കിടപിടിച്ചുകൊണ്ട് ജഗദീഷ് നിൽക്കുമ്പോൾ, നായികമാർ നിൽക്കുമ്പോൾ,
ഇവരെ എല്ലാവരെയും ക്രോസ് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ നിന്ന ഒരു നടനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഈ വിശാഖ് നായർ. വിശാഖിനടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. ഈ ആധുനിക കാലത്ത് താങ്കളൊരു കലാകാരനാണ്, യുവതലമുറയാണ്. അറ്റത്തെന്താണ് ആ വാലെന്ന് എനിക്കറിയില്ല, ഒന്ന് അന്വേഷിക്കും കേട്ടോ ആ വാലിൻ്റെ രഹസ്യം. അല്ലെങ്കിൽ അതിന് അങ്ങ് തൽക്കാലം കട്ട് ചെയ്തിട്ട് വിശാഖം എന്നറിയുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഈ നെറ്റിൽ കണ്ടുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ അറ്റത്തോട്ട് ചേർത്ത് കിടക്കുന്ന അഭിമാനം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്കൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എതിർക്കണമെങ്കിൽ എതിർക്കാം, അത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പിന്നെ പക്ഷെ എങ്കിലും വിശാഖം എന്ന് പറയുന്ന നടൻ കഴിഞ്ഞിട്ട്. കാരണം ആനന്ദം എന്ന് പറയുന്ന സിനിമയിൽ കുപ്പി എന്ന് പറഞ്ഞ ഒന്ന് പയ്യനാണ്. അവനെ അന്നേ നോട്ട് ചെയ്തത്. അവൻ ബ്രില്യൻ്റാണ്, അവൻ ഇനിയും കയറും, മിടുക്കനാണ് അവൻ. വിശാഖ നീ ഇന്ത്യൻ സിനിമ കീഴടക്കും. ഒപ്പം തന്നെ ഇവരോട് അഭിനയിച്ച ആ 2 പെൺപിള്ളേർ, വേറൊരു പയ്യെ, ഒരു നിവർത്തിയില്ലാട്ടാണ്. ഈ പടത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച 4 കഥാപാത്രങ്ങൾ ഇവരാണ്. ഈ 4 പിള്ളേർ, ഈ നെഗറ്റീവ് കഥാപാത്രം ഇത്രയും തന്മയത്വത്തോട് അതിനകത്ത് ആഴ്ന്നിറങ്ങി അതെന്താണെന്ന് പോയി സ്റ്റഡി ചെയ്ത് സ്റ്റൈലായിട്ട് ചെയ്ത്. നിങ്ങൾ ഈ ഡ്രഗ്സ് ഒന്നും അടിച്ച് നടക്കണമെന്നല്ലാതെ എനിക്കറിയാം, ഞാൻ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ കഥാപാത്രം പഠിക്കാൻ, ഈ കഥാപാത്രങ്ങളെ പഠിക്കാൻ നന്നായിട്ട് പോയിട്ടുണ്ട്. ആ 2 പെൺകുട്ടികളായാലും പുള്ളിയുടെ മെയിൻ വില്ലൻ്റെ കൂടെ നമ്മൾ പയ്യൻ്റെ കൂടെ വിശാഖിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു പയ്യനായാലും, വാ ബ്യൂട്ടിഫുൾ കേട്ടോ. ഈ സിനിമയിലെ താരങ്ങൾ നിങ്ങളാണ് യഥാർത്ഥത്തിൽ. ബാക്കിയെല്ലാവരും ഞാൻ അഭിനന്ദിച്ചതിനൊപ്പം യഥാർത്ഥ താരങ്ങളും ഭാവി തലമുറയുടെ മുതൽക്കൂട്ട് നിങ്ങളാണ്. എക്സലൻ്റ് ആക്ടിങ്. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതാണ് ഈ സിനിമയുടെ അഭിനന്ദനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി സിനിമയിലോട്ട് പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറയാൻ പോണത്, സിനിമയിലോട്ട് ഞാൻ വരെയാണ്. സിനിമയിലോട്ട് നമ്മൾ മെല്ലെ വരെയാണ്. സിനിമ നമ്മൾ ചെയ്യുമ്പോൾ, സിനിമ ഈ കാണുമ്പോൾ നമ്മൾ കാണേണ്ട കാഴ്ചകളുണ്ട്. ഞാൻ ആദ്യം ഹെൽമെറ്റ് ഇട്ടു, പ്രൊട്ടക്ഷൻ പറഞ്ഞു. ഇനി ഞാൻ ഇത് കണ്ടോ, ഒരു സ്പോർട്സിന് ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ പ്രൊട്ടക്ട് യുവർ ഹാൻഡ്. എല്ലായിടും പ്രൊട്ടക്ട് ചെയ്യും. ഹെൽമെറ്റ് അടക്കം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ എന്തിനാണ് കുട്ടികൾക്ക് വേണ്ടത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ വേണം. അതെങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? വഴക്ക് പറയേണ്ടെന്ന് ഒന്നും പറയണില്ല. കാലം മാറിയത് നമ്മൾ തിരിച്ചറിയണം. പഴയ കാലം വെച്ചും എന്തോ മുൻപുള്ള കാര്യങ്ങളും വെച്ചും ആരോ കേട്ട് പറഞ്ഞത് വെച്ചും ആരോ എവിടെ ഒരാൾ മോഷ്ടിച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കുട്ടികളൊന്നും അങ്ങനെയല്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? അതാണ് ആവശ്യം. തെറ്റുകൾ ചെയ്യാത്തവരാരുമില്ല. ആരാണ് തെറ്റ് ചെയ്യാതെ? മനുഷ്യരാണോ? നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. വലിയ നെഗറ്റീവുകളിലോട്ട് പോകാൻ പാടില്ല എന്നാണ് ഈ ചിത്രം കാണിക്കുന്നത്. അതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ ഒരുക്കുക എന്നാണ് ഈ സിനിമ വട്ടമടിച്ച് രക്ഷകർത്താക്കളെ കൊണ്ടുപോയിരിക്കുന്നത്. ആണ് ഞാൻ പറഞ്ഞത് എങ്ങനെ പ്രൊട്ടക്ഷൻ ഒരുക്കുക. പ്രൊട്ടക്ഷൻ ഒരുക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഒരാൾ ഇറങ്ങുമ്പോൾ, ഒരു കുട്ടിയെ നിങ്ങൾ അയക്കുമ്പോൾ കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് ഒരുക്കി കൊടുക്കണ്ടേ? അതൊരുക്കി കൊടുത്തിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് ഞാനാണോ? നിങ്ങളുടെ കുട്ടിയല്ലേ. അപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ട സാധനങ്ങളും പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുക്കാനേ നമ്മൾ പറ്റൂ. കളിക്കുന്നത് ആരാണ്? കുട്ടിയാണ്. പഠിക്കുന്നത് ആരാണ്? കുട്ടിയാണ്. ചിന്തിക്കുന്നത് ആരാണ്? അവർ തന്നെയാണ്. നാളെ പ്രവർത്തിക്കുന്നത് ആരാണ്? അവരാണ്. അവരെ കളിക്കുന്നതിനകത്തിറങ്ങി ഞാൻ കളിക്കാൻ പാടില്ല. കളിയെ തിരുത്തി കൊടുക്കാം. അവർ പഠിക്കുന്നതിനകത്തിറങ്ങി ഞാൻ പഠിക്കാൻ പാടില്ല. പഠിത്തത്തിൽ വിഷയമുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അവരുടെ ചിന്തകൾക്കകത്തിറങ്ങി ഞാൻ എൻ്റെ ചിന്തകൾ പോലെ ആയിരിക്കണമെന്ന് പറയാൻ പാടില്ല. അവരുടെ ചിന്ത വേറെയാണ്. അവരുടെ ചിന്ത നമ്മൾ കാണുന്ന ലോകമല്ലല്ലോ കുട്ടി കാണുന്നത്. എൻ്റെ ചിന്തയാണോ എൻ്റെ കുട്ടിക്ക് ഉണ്ടാവുന്നത്? അല്ല, അവൻ്റെ എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും, അവളുടെ എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ. അതിലേക്കുള്ള ചുവടൊരുക്കലാണ് ഈ പ്രൊട്ടക്ഷൻ. അതിനപ്പുറം ഒന്നും ഒരു രക്ഷകർത്താവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഒന്നും അവതരിപ്പിക്കേണ്ട. സിനിമയിൽ കാണിക്കുന്ന വലിയ വലിയ പ്രൊട്ടക്ഷനും കാണാനും വേണ്ട. അതിനപ്പുറം ഒന്നും ഒരു പ്രൊട്ടക്ഷനും വേണ്ട. അങ്ങനെ പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന രക്ഷകർത്താക്കളെന്ന് പറഞ്ഞാൽ ലോകം കണ്ട നല്ല പ്രായത്തിൽ ലോകം കണ്ട തെമ്മാടികളായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഈ അമിതമായിട്ട് കുട്ടികളെ പുറത്ത് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ അവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ലോകം കണ്ട തൊട്ടികളായിരുന്നു അവർ. തൊട്ടികളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻസൈഡിലെ തൊട്ടികൾ, അല്ലാതെ സമൂഹം കാണുന്ന തൊട്ടികളല്ല.
ഇൻസൈഡിൽ വളരെ നെഗറ്റീവായിട്ട് ജീവിച്ചവരാണ്. നിങ്ങൾ വ്യക്തിത്വമുള്ള പേഴ്സണാലിറ്റിയുള്ള നിങ്ങൾക്ക് വേറെ നിങ്ങൾ അങ്ങനെയൊന്നും അല്ലാതെ ജീവിച്ച ഒരു മനുഷ്യർക്കും കുട്ടികളെ പുറത്തും അനാവശ്യമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കില്ല. അവർക്ക് ലോകം അറിയാം, യാഥാർത്ഥ്യം അറിയാം. പക്ഷെ അല്ലാതെ കാണിക്കുന്ന ടീച്ചേഴ്സ്, രക്ഷകർത്താക്കൾ പലരും ഭയങ്കര അഭിനയമാണ് എല്ലാവരും. ഇവരെയൊക്കെ ജീവിതത്തിന്റെ ഇൻസൈഡ് അന്വേഷിച്ച ലോകം കണ്ട ഫ്രോഡുകളും അവരെ ലൈഫിൽ അവർ പക്ക ഫ്രോഡായിട്ടാണ് ഇൻസൈഡ് ജീവിച്ചത്. അതിന്റെ പേടി വെച്ചിട്ടാണ് കുട്ടികളെ നിയന്ത്രിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊന്നും വേണ്ട കേട്ടോ. സിനിമ നന്നായിട്ട് കാണിക്കണം. അതാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഇവരെ പ്ലേ ബാക്ക് കാണിക്കില്ല. അത് എനിക്കറിയില്ല എന്തുകൊണ്ട് കാണിക്കണം. പ്ലേ ബാക്ക് കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചേക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ വരുന്ന ഇമോഷനിലും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുക്കൽ മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ജോലിയാണ്. നമ്മളെ ചിന്തകളും നമ്മുടെ രീതിയും നമ്മുടെ ബോഡി മൂവ്മെന്റ്സും നമ്മുടെ വർക്കും കുട്ടികളെ പുറത്ത് അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ വന്നാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട്. ഇനി അങ്ങനെ അല്ലാതാണ് കുട്ടികൾ ബുദ്ധിമുട്ടുണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ തെറ്റാണോ? ഒരു രക്ഷകർത്താവിൻ്റെയും തെറ്റല്ല. അത് ഈ സിനിമ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ടീച്ചറിന്റെ തെറ്റാണോ? അല്ല. ഒരു സ്കൂളിന്റെ തെറ്റാണോ? അല്ല. നിങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടും എല്ലാ പ്രൊട്ടക്ഷനും, അവർക്ക് വേണ്ട സ്വാതന്ത്ര്യവും അവർക്ക് വേണ്ട ആധുനികത്തിലെ കാലത്തിനനുസരിച്ചിട്ടുള്ള എല്ലാം ഒരുക്കി കൊടുത്തിട്ട് അവര് വേറെ രീതിയിൽ പോകണമെങ്കിൽ അതാണ് അവരെ മാത്രം കാഴ്ചപ്പാടാണ്. അതിൽ വരുന്നത് അവരെ അനുഭവിക്കട്ടെ. അതാണ് സിനിമ. അതാണ് ഓഫീസ് ഓൺ ഡ്യൂട്ടി സിനിമ. അതിനപ്പുറമൊക്കെ നിങ്ങൾ എന്തിനാണ് നമ്മൾ മാറുന്നത്? അതാണ് പിന്നെ കാലം മാറിയിരിക്കുന്നു. പ്രേക്ഷകരായ എൻ്റെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു, യുവതലമുറയെ 95% പിള്ളേരും ബ്രില്യൻ്റ് ആണ്. അതിൽ 10-20% പിള്ളേർ അതിബ്രില്യൻ്റ് ആണ്. ആരെയും നമുക്ക് പിടിച്ച് കെട്ടിയിടയ്ക്കാനൊന്നും പറ്റൂല. അവർക്ക് അവരെ പ്രൊട്ടക്ഷൻ അറിയാം. അവരെ പ്രൊട്ടക്ഷൻ അവർക്ക് എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് അറിയാം. അതുപോലെ അവർ എൻജോയ് ചെയ്യും. അതൊക്കെ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അതിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു കാര്യങ്ങളോട്ട് ഓവറായിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന അപകടം ഈ സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏത് സബ്ജക്റ്റിലും നമ്മൾ ഓവറായിട്ട് പോയാൽ, എന്നതാ ഊരയുടെ ഓവറായിട്ട് പോയാൽ അതിന് അപകടമുണ്ട്. അത് നിങ്ങളെ എങ്ങനെ നശിപ്പിക്കുമെന്ന് അന്തസ്സായിട്ട് പിന്നെ സ്കൂളിൽ പഠിപ്പിക്കൂ. നിങ്ങളൊരു മെഡിസിൻ എടുക്കണം. പനിക്കുള്ള മെഡിസിൻ ഡോക്ടർ പറയണം നിങ്ങൾ ഒരു നേരം 3 പ്രാവശ്യം എടുക്കും. അത് നിങ്ങൾ 3 ദിവസം എടുക്കാൻ പറഞ്ഞു. പനിയൊക്കെ മാറി കുറഞ്ഞു. അടുത്ത പനി വരുമ്പോൾ നിങ്ങൾ അതേ പ്രിസ്ക്രിപ്ഷൻ 6 പ്രാവശ്യം എടുത്തു പോകും. നിങ്ങളുടെ ശരീരം തളരും. സ്പെയറുകൾ കംപ്ലൈൻറ്റ് വരും. വെറും പനിക്കുള്ള കാര്യം. ഇത് ഞാൻ പനിക്കുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്രഗ്സാണ്. പനിയാണല്ലോ എളുപ്പം മനസ്സിലാക്കാനുള്ളത്. അതുപോലെയുള്ള ഏത് കാര്യവും. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയേ, എന്ത് കാര്യമായാലും നിങ്ങളത് അതിൻ്റെ യൂസേജ് എന്ത്, അതിൻ്റെ നെഗറ്റീവ് എന്തെന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ ഡ്രഗ്സ് ആയാലും ഡ്രഗ്സിൽ എല്ലാം വരുമല്ലോ, മീൻസ് എന്തും. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോയാൽ എന്തുണ്ടാവും എന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഡ്രഗ്സ് എന്നുള്ള അത് മാത്രമല്ല, മരുന്നുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം. നിങ്ങൾക്ക് 2 ഓറഞ്ച് കഴിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ 5 ഓറഞ്ച് കഴിച്ച് 15 മിനിറ്റ് അത് നിങ്ങൾ മത്തടിക്കും. ഒരു ഗ്ലാസ് ഫ്രഷ് ഗ്രാപ്സ് ജ്യൂസ് കഴിക്കുന്നതിനകത്ത് നിങ്ങൾ 2 ഗ്ലാസ് കുടിച്ചേ, എന്നിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കിയേ, എൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് തലയ്ക്ക് കയറും. നിങ്ങൾ ഉറങ്ങിപ്പോവും. ഞാൻ പറഞ്ഞ മനസ്സിലാകും. ഏത് വസ്തുവിലും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് നമുക്ക് എനർജി ആയിട്ട് മാറും ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ. നെഗറ്റീവ് ഉണ്ട്, അത് നെഗറ്റീവായിട്ട് മാറും. ചില വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചാൽ ശരീരത്തിന് ഞരമ്പുകളെയൊക്കെ നശിപ്പിക്കും. നമ്മളതിൽ അഡിക്റ്റ് ആവും. അത് കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ കുട്ടികൾ അങ്ങ് ഇങ്ങനെ പോയെന്ന് പറഞ്ഞാലത്തൊന്നും കാര്യമില്ല. പ്രൊട്ടക്ഷൻ അതാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്ന അനുസരിച്ച് കുട്ടികൾ യാത്ര ചെയ്യുന്നതിനോടൊന്നും യാത്ര ചെയ്യുമെന്ന് ധരിക്കുകയും വേണ്ട, അതൊന്നും നമ്മൾ കാണുകയും വേണ്ട. അതൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഓഫീസ് ഓൺ ഡ്യൂട്ടി സിനിമയിൽ കാണിക്കുന്നത് ഇതൊക്കെയാണ്. ഇതൊരു 5% കുട്ടികൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അവർക്കത് ചലഞ്ചായി മാറും. നമ്മളെ എത്ര ചലഞ്ച് ചെയ്യും അവർ അത്രയും സൈക്കോ ചലഞ്ചറായിട്ട് മാറും. അവർക്ക് അതിനകത്ത് ഒരു ദാക്ഷിണ്യം കാണിക്കില്ല. അവരടുത്ത വഴി പോകും. കാരണം അവരെ ചുറ്റിലുള്ളവരെ അവർ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യും. അതിനകത്തൊരു സ്നേഹം കാണണ്ട കേട്ടോ. അങ്ങനെ വില്ലനാണെങ്കിലും പറയണത് ഞാൻ മനസ്സിലായി. ഹീറോയെക്കാളും വലിയൊരു സ്നേഹം അതിനകത്തുണ്ട്. അപ്പോഴും അവർ ആ സ്നേഹം ആഴത്തിലുള്ളതാണ്. നമ്മൾ അഭിനയിക്കുമ്പോൾ, ഇന്ന് സമൂഹത്തിൽ അഭിനയിക്കുമ്പോൾ അവരാഴത്തിലുള്ള സ്നേഹം കാണിക്കണം. അങ്ങനെ കുട്ടികൾ മാറുകയാണ്. ആ അളവിലോട്ട് കുട്ടികളെ കൊണ്ടെത്തിക്കാതിരിക്കേണ്ടത് എല്ലാവരുടെയും ജോലിയാണ്. അല്ലാതെ നമ്മൾ ഈ മുക്കിന് പോലീസുകാർ ഇങ്ങനെ നമ്മൾ എഴുതി വിടും, നിങ്ങൾ കുട്ടികളെ ലഹരിക്ക് അടിമയായി പോകണം, മറ്റതിന് അടിമയായി പോകണമെന്ന്.
ഇതേ പോലീസുകാർ അല്ലെങ്കിൽ ഇതേ ആൾക്കാർ ഇതേ മറ്റുള്ളവർ കുട്ടികളുടെ മുമ്പ് കൂടെ മറ്റു കാര്യങ്ങളിലൂടെ ലഹരി ഉപയോഗിക്കുന്നത് കുട്ടികൾ കാണുകയാണ്. എല്ലാ പോലീസുകാരെ കാര്യമല്ല പറയുന്നത്, കുറേ പേര്. അപ്പം നമ്മൾ ഈ പലതും പടച്ചു വിടുമ്പോൾ നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആയിട്ട് വേണം പടച്ചു വിടാൻ. നമ്മൾ പെർഫെക്റ്റ് ആവണ്ട. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് യൂസ് ചെയ്താൽ എന്താണ്, നിങ്ങളത് യൂസ് ചെയ്ത് കൂടിപ്പോയാൽ എന്താണ്, ചില കാര്യങ്ങൾ തുടങ്ങിയാൽ എന്താണ്, തുടങ്ങുമ്പോഴേ തന്നെ അപകടമാണ്. അതെങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കും, പിന്നെ അതെങ്ങനെ ക്രൈമായിട്ട് മാറും. ഇതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇത് പോലീസുകാരുടെ ജോലിയൊന്നുമല്ല, എൻ്റെ ജോലിയല്ല. ഇത് സ്കൂളിലാണ് തുടങ്ങേണ്ടത്, വീട്ടിലും അല്ല. വീട്ടിൽ 1500 കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളുള്ളതാണ്. ഇതെല്ലാം സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഓരോ രാജ്യങ്ങൾ നോക്കും, ആ രാജ്യങ്ങളിലൊക്കെ ക്രൈം റേറ്റ് താഴണം. അതുകൊണ്ടാണ് അവരതെല്ലാം പഠിപ്പിക്കും. സ്റ്റഡി ചെയ്ത് കറക്റ്റ് ചെയ്ത് കുട്ടികളെ ബേസ് തൊട്ടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന മതം, പിന്നെ എവിടത്തെയോ കുറേ പുസ്തകങ്ങൾ തിന്നാൻ പഠിപ്പിക്കും. ഈ പുസ്തകങ്ങളൊക്കെ തിന്നാൻ പഠിപ്പിച്ച് കുട്ടിക്ക് സ്ട്രെസ്സായി, വീട്ടിലെ പ്രഷറും കയറി, മാർക്കിൻ്റെ പ്രഷറും കയറി, കുട്ടി പഠിച്ച് വെളിയിൽ ഇറങ്ങുമ്പോൾ അവൻ ലോകം കണ്ട ക്രിമിനലായി മാറും. സ്ട്രെസ് കുറയ്ക്കണം, യാഥാർത്ഥ്യങ്ങളെ കുട്ടികളെ ബോധിപ്പിക്കണം, കുട്ടികളെ സമൂഹത്തിലോട്ട് ഇറക്കി വിടണം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾ നോർമലാവും. അതാണ് 95% യുവതലമുറ ഹെവി ബ്രില്യൻറ്റ്. ആ കുട്ടികളാണ് നിങ്ങൾ നൈസായിട്ട് അങ്ങ് തള്ളിക്കളയണത്. ഞാൻ അതുകൊണ്ടാണ് പറയണത്, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാറും. സ്കൂള് മാറും, പിന്നെ അച്ഛനും അമ്മയും മാറും, ലോകം മാറട്ടെ. നിങ്ങൾ ഈ ആവശ്യമില്ലാതെ മതമൊന്നും കുത്തിവെച്ചെന്ന് പറഞ്ഞ് കുട്ടികളന്ന് മൈൻഡ് ചെയ്യാൻ പോലില്ല. ആ കാലമൊക്കെ പോയി. പിള്ളേരെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് 100 കണക്കിന്. അവർ ആ മൈൻഡ് ഓഫ് ലെവൽ, വീട്ടിൽ ഒന്നും മിണ്ടൂല. അവർ നിങ്ങളെ ഒരു വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്യില്ല. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ വേറെ വീവിൽ പോകുന്നത്. കാര്യങ്ങൾ തിരിച്ചറിയുക. ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നു, നല്ല സിനിമയാണ്, കുടുംബത്തോടെ കാണേണ്ട പടമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് കുടുംബത്തോടെ, അതായത് പ്രേക്ഷകരായ നിങ്ങൾ കുടുംബത്തോടെ നിങ്ങളെ കുട്ടികളോടുകൂടി കാണേണ്ട ചിത്രമാണ് ഈ ഓഫീസ് ഓൺ ഡ്യൂട്ടി സിനിമ. പക്ഷെ അത് കുട്ടികൾ കാണുമ്പോഴും നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്, കുട്ടികളല്ല. ഈ സിനിമ ഞാൻ കുടുംബത്തോടെ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണുമെന്നുള്ളത് അച്ഛനും അമ്മയും കഴിയണം. പിന്നെ സ്കൂളുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചാൽ നന്നായിരിക്കും. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ സിനിമ സ്പെഷ്യൽ എഫക്റ്റോടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. സർക്കാരിന് വേണമെങ്കിൽ ടാക്സ് ഒഴിവാക്കി കൊടുക്കാം, 50% ഓഫർ കൊടുക്കാം. 50 രൂപ, 40 രൂപ, 30 രൂപ ചിലവാക്കി കുട്ടികളെ കൊണ്ട് 50 രൂപ ടിക്കറ്റ് ഇട്ട് തിയേറ്ററിൽ നിറയും. എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും സർക്കാർ വിചാരിച്ചല്ലേ, അതാണ് പറഞ്ഞത്. സർക്കാരിന് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 30 രൂപ വെച്ചത് ഒരു കുട്ടിയിലായിരുന്നു. ഒരു തിയേറ്റർ ശരാശരി 800 പേരുണ്ട്. ഒരു 24,000 രൂപ ഒരു ഷോയ്ക്ക് കളക്ഷൻ വരും. തിയേറ്റർ ആണ് 50 പേരെ വെച്ചിട്ട് സിനിമ ഓടിക്കുന്നതിനേക്കാളും എത്ര ഭേദമാണ് 30 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് സ്കൂൾ കുട്ടികളെ ഫുൾ സീറ്റിലിരുത്തി സിനിമ കാണിക്കുന്നത്. എല്ലാ സ്കൂളിലെ കുട്ടികളെ സിനിമ കാണിക്കുന്നത്. അതിന് ഗവൺമെൻറ് ഒരു 30 രൂപ ആക്കി പടത്തിനാക്കി കൊടുക്കണം. ഒരു തിയേറ്ററിൽ 30 രൂപയ്ക്ക് ഒരു സ്കൂള് ബുക്ക് ചെയ്യാമല്ലോ, അവർ 800 സീറ്റും ബുക്ക് ചെയ്യും. 30 രൂപ 800, ആ പൈസ കൊടുക്കാൻ സ്കൂളിലെ എല്ലാ കുട്ടികളും തയ്യാറാവും. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും കുട്ടികൾക്ക്. പിന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്ന വിധം മനസ്സിലായോ? സ്കൂളുകൾ മാറേണ്ടതുണ്ട്. കുട്ടികൾക്ക് സിനിമ കാണാൻ തിയേറ്റർ എന്താണെന്ന് മനസ്സിലാവും. ഒപ്പം തന്നെ അപകടത്തിൻ്റെ നൂലാമാലകൾ കുട്ടികൾ മനസ്സിലാക്കുക, തുടങ്ങും, അവർ ചിന്തിച്ചു തുടങ്ങും. ഇതിനൊക്കെ സ്കൂളിനകത്ത് ഇരുത്തിയല്ല പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ കൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണിക്കണം, കളിക്കാൻ പോയ ഗ്രൗണ്ടിൽ കൊണ്ടുവിടണം. സയൻസാണ് പഠിപ്പിക്കണമെങ്കിൽ അവൻ ISRO കൊണ്ടാക്കണം. അതിനപ്പുറം പഠിപ്പിക്കണമെങ്കിൽ നാസയെ വിടണം. മനസ്സിലായി? അതിലേക്കുള്ള വഴികൾ കണ്ടെത്തണം. ഇനി ഒരാൾ ഹിസ്റ്റോറിക്കൽ വല്ലാണെങ്കിൽ ആർക്കോളജിക്കൽ ആ പരിപാടിക്ക് പോകണം. ഒരാൾ ഫുട്ബോൾ കളിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ വഴിക്ക് വേണം കുട്ടിയെ വിടാൻ. അതിൻ്റെയൊക്കെ ഏറ്റവും പീക്ക് ലെവലിലോട്ട്, എക്സ്പീരിയൻസ് ലെവലിലോട്ട് കൊണ്ടുപോകണം. വീട്ടിൽ സ്കൂളിൻ്റെ ചോറിനകത്തിരുന്നിട്ട് ഈ കെട്ടുകണക്കിന് പുസ്തകം പഠിപ്പിച്ച് ILT-കാരെ സൃഷ്ടിക്കലല്ല. ILT-കാരൊക്കെ വളരെ എണ്ണം കുറച്ച്, അത് അവരായിക്കോളും. ബ്രില്യൻ്റ് പിള്ളേർ, അതിനെ ഒരു ബ്രെയിൻ ലെവലുള്ള പിള്ളേരങ്ങ് ആയിക്കോളും. കുട്ടികൾ ഓപ്പണൈസ് ചെയ്യണം. ഓപ്പണൈസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അപകടം കാത്തിരിക്കുന്നത് ഈ വിധത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സിനിമയ്ക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും കേരളത്തിലുള്ള നിയമസഭയിലിരിക്കുന്ന 140 MLA-മാരും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് എല്ലാ സ്കൂൾ കുട്ടികൾക്ക് 2,45,000 കുട്ടികൾ SSLC എഴുതി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ. ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചാണെങ്കിൽ 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ 40 ലക്ഷം കുട്ടികൾ സിനിമ കാണട്ടെ. അവർക്ക് 30 രൂപ നിരക്കിൽ തിയേറ്റർ ആക്കി കൊടുക്കണം. തിയേറ്ററുകാർ സഹകരിക്കും. തിയേറ്ററുകാർക്ക് ഞാൻ പറയാം, നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടി നോക്കില്ല. 30 രൂപ വെച്ച് നിങ്ങൾ കൂട്ടി വയ്ക്കുക, നിങ്ങളുടെ സീറ്റ് ഫില്ലായിരിക്കും. 80 രൂപ 800 സീറ്റ് ഫില്ലായി 24,000 രൂപയായി. എന്ത് ഷോ ലാഭത്തിലല്ലേ പോണേ? ഇത് നിങ്ങളുടെ അടുത്ത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കുന്നു, ഈ സിനിമ നിങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആക്കുകയല്ല ചെയ്യേണ്ടത്. ഈ സിനിമ 30 രൂപയ്ക്ക് സ്കൂളിലെ എല്ലാ കുട്ടികളെയും കാണിക്കണം. കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം, അതായത് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇംഗ്ലീഷ് മീഡിയത്തിൽ ICC സിലബസ്, പിന്നെ CBC സിലബസ്, പിന്നെ വേറെ ഏതൊക്കെ സിലബസ് ഉണ്ട് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെ സിലബസ് പഠിക്കുന്ന കുട്ടികളുണ്ടോ +2 വരെയുള്ള എല്ലാ കുട്ടികളെയും, അതായത് ശരാശരി ഇപ്പോൾ 1-2 വയസ്സുള്ള കുട്ടികളെ ഈ സിനിമ കാണിക്കാൻ പറ്റൂല. ഒരു 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികളെയും ഈ സിനിമ കാണിക്കാൻ 30 രൂപ റേറ്റിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട 140 MLA-മാരടുത്തും അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾ ലോകം കാണട്ടെ, ലോകം കണ്ട് വളരട്ടെ, അതിനനുസരിച്ച് എല്ലാവരും മാറിത്തുടങ്ങിയാൽ നല്ലത്. മാറിത്തുടങ്ങിയില്ലെങ്കിൽ ആരെയും ഒരു ദൈവം ഒരിക്കലും രക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ തന്നെയാണ് സമൂഹത്തിൽ, നിങ്ങൾ തന്നെയാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഉണ്ടാക്കി വെക്കാനേ പ്രകൃതിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സിനിമയുടെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ എൻ്റെ മൈൻഡിൽ കൂടി ഞാൻ കണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്ന നിങ്ങളുടെ നൊബക് സോളോ സൈനിങ് ഓഫ്. അടുത്ത സിനിമ റിവ്യൂവുമായിട്ട് ഉടനെ കാണാം. ഗുഡ് നൈറ്റ്.